ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം എവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. പഴയ നിയമ പുസ്തകങ്ങളുടെ ഇടയിൽ ചരിത്രം വിവരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഴയ നിയമം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്ന ഇസ്രായേലിൻ്റെ, യൂദായുടെ, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ചരിത്രം, ആ ചരിത്രത്തിൻ്റെ അവസാന ഭാഗത്തെ മക്കബായരുടെ ചരിത്രമാണ് നമ്മൾ വായിച്ചുകൊണ്ട് ഇരിക്കുന്ന ഭാഗം. മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ മക്കബായ വിപ്ലവത്തിന് കാരണമായിത്തീരുന്ന ചരിത്ര സംഭവത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞു. അന്ത്യോക്കസ് എപ്പിഫാനസ് 4 എന്ന സെലൂസിഡ് രാജാവിൻ്റെ കിങ്കരന്മാർ ജെറുസലേമിൽ നിന്നും ഏതാണ്ട് 120 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന മൊദൈൻ എന്ന ഗ്രാമത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ അവിടെ അധിവസിച്ചിരുന്ന മഹാനായ, ആദരണീയനായ പുരോഹിതൻ മത്താത്തിയാസ് എന്ന വ്യക്തിയെ ഇവർ കാണുകയും 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യുകയുമാണ്. 1, സമൂഹത്തിൽ ആദരണീയമായ സ്ഥാനം. 2, രാഷ്ട്രീയമായ സംരക്ഷണം, രാജാവിൻ്റെ സൗഹൃദം. 3, ഭൗതിക സമ്പത്ത്. പക്ഷേ ഈ 3 പ്രലോഭനങ്ങളിലും വീഴാതെ തൻ്റെ പൈതൃകമായ ദൈവിക വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഉദാത്തവും ധീരവുമായ നിലപാട് സ്വീകരിച്ച് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം തങ്ങൾക്കില്ല എന്ന നിലപാട് മത്താത്തിയാസ് അവിടെ പ്രഘോഷിക്കുകയാണ്. പക്ഷേ ഈ സമയം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മറ്റൊരു യഹൂദൻ മത്താത്തിയാസിൻ്റെ നിലപാടിന് കടകവിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് രാജപ്രീതിക്ക് വേണ്ടി ഈ രാജകിങ്കരന്മാർ പറഞ്ഞതനുസരിക്കാൻ തയ്യാറാവുകയും വിജാതീയ ബലിപീഠത്തിൽ മ്ലേച്ഛകരമായ ഒരു ബലിയർപ്പണത്തിന് തയ്യാറായി മുൻപോട്ട് വരികയും ചെയ്തു. ഇത് കണ്ട് ഒരു പുരോഹിതൻ കൂടിയായിരുന്ന മത്താത്തിയാസ് പ്രകോപിതനായി, കോപം കൊണ്ട് ജ്വലിച്ചു. അയാൾ പെട്ടെന്ന് മുൻപോട്ട് കയറി ആ യഹൂദനെ കൊലപ്പെടുത്തി. അതോടൊപ്പം പ്രലോഭനങ്ങളും ഭീഷണികളും അവരുടെ മേൽ ചൊരിഞ്ഞ് മതനിരാസത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന രാജകിങ്കരനെയും കൊലപ്പെടുത്തി. സ്വാഭാവികമായും ഇതിൻ്റെ പ്രതികരണം, ഇതിനോടുള്ള സെലൂസിഡ് രാജവംശത്തിൻ്റെ പ്രതികരണം എത്ര ഭയാനകമായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മത്താത്തിയാസും കുടുംബവും അവരോടൊപ്പമുള്ളവരും മൊദൈൻ എന്ന നഗരത്തിൽ തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം വിട്ട് ഉപേക്ഷിച്ച് മലനിരകളിലേക്ക്, വനാന്തർഭാഗങ്ങളിലേക്ക് പോയി അവിടെ ഒളിച്ച് താമസിക്കുകയാണ്.
ഇത്തരത്തിൽ ഒളിച്ച് താമസിച്ചവരുടെ കൂടെയുണ്ടായിരുന്ന ഒരു ചെറിയ സമൂഹത്തിന് സംഭവിച്ച വലിയ ഒരു ദുര്യോഗത്തെക്കുറിച്ച്, വിപത്തിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് കണ്ടത്. ആ വചനം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 29 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. സാധിക്കുമെങ്കിൽ നിങ്ങൾ കൂടി വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുത്ത് നമുക്ക് ഒരുമിച്ച് ഈ വചനഭാഗം വായിക്കാം. നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊണ്ടിരുന്ന വളരെ പേർ വനാന്തരങ്ങളിലേക്ക് താമസം മാറ്റി. അവരോടൊപ്പം പുത്രന്മാരും ഭാര്യമാരും ആടുമാടുകളും ഉണ്ടായിരുന്നു. ദുരിതങ്ങളുടെ ആധിക്യമാണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചത്. രാജകൽപ്പന നിരസിച്ചവർ വനാന്തരങ്ങളിലെ ഒളിസ്ഥലങ്ങളിലേക്ക് പോയി എന്ന് രാജസേവകന്മാർക്കും ദാവീദിൻ്റെ നഗരമായ ജെറുസലേമിലെ ഭടന്മാർക്കും വിവരം കിട്ടി. വളരെ പേർ അവരെ അനുധാവനം ചെയ്തു. അവരെ മറികടന്ന് അവർക്കെതിരായി പാളയമടിച്ചു. സാബത്ത് ദിവസം അവരെ ആക്രമിക്കാൻ സന്നാഹങ്ങൾ ഒരുക്കി. അവർ വിളിച്ചു പറഞ്ഞു, എതിർപ്പ് അവസാനിപ്പിക്കുവിൻ, പുറത്തു വന്ന് രാജാവ് കൽപ്പിക്കുന്നത് അനുസരിക്കുവിൻ. എന്നാൽ നിങ്ങളുടെ ജീവൻ സുരക്ഷിതമായിരിക്കും. അവർ പ്രതിവചിച്ചു, ഞങ്ങൾ വരികയില്ല. രാജശാസനപ്രകാരം പ്രവർത്തിച്ച് ഞങ്ങൾ സാബത്ത് ദിവസം അശുദ്ധമാക്കുകയില്ല. ഉടനെ ശത്രുക്കൾ അവരെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു. എന്നാൽ അവർ ശത്രുക്കൾക്ക് ഉത്തരം നൽകുകയോ അവർക്കു നേരെ കല്ലെറിയുകയോ തങ്ങളുടെ ഒളിസങ്കേതങ്ങളിൽ പ്രതിരോധം ഏർപ്പെടുത്തുകയോ ചെയ്തില്ല. നിഷ്കളങ്കരായി തന്നെ ഞങ്ങൾ മരിക്കട്ടെ, അന്യായമായാണ് നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നത് എന്നതിന് ആകാശവും ഭൂമിയും സാക്ഷി. ഇതായിരുന്നു അവരുടെ പ്രതികരണം. ശത്രുക്കൾ സാബത്ത് ദിവസം അവരെ ആക്രമിച്ചു. 1000-ഓളം ആളുകൾ ഭാര്യമാരോടും കുട്ടികളോടും ആടുമാടുകളോടുമൊപ്പം മരണമടഞ്ഞു. സാബത്ത് ദിനത്തിൽ നടന്ന ഒരു വലിയ കൂട്ടക്കൊലയുടെ ചരിത്രം. ദൈവത്തെ നിഷേധിക്കാത്തവരും നീതിയും ന്യായവും ഉടമ്പടി വിശ്വസ്തതയും കൈവിടാത്തവരുമായ യഹൂദർ മതമർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി വനാന്തരങ്ങളിലേക്കും മലമുകളിലേക്കും ഓടിപ്പോയ ഒരു സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. ഒരു സംഘം ആളുകൾ ഇങ്ങനെ തങ്ങൾക്ക് ഉള്ളതെല്ലാം നഗരത്തിൽ ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. പക്ഷെ ഇവരിങ്ങനെ വനാന്തരങ്ങളിലേക്ക് യാത്രയാകുന്ന വിവരം രാജസേവകന്മാർക്ക് ലഭിച്ചു. രാജസേവകന്മാർ തീർച്ചയായും കുതിരപ്പുറത്ത് മറ്റൊരു വഴിയിലൂടെ ഇവരെക്കാൾ മുൻപേ ചെന്ന് ഇവർ കടന്നു പോകേണ്ട വഴിയിൽ ചെന്ന് ഉപരോധിച്ചു. അപ്പോൾ ഇവർ രാജസേവകന്മാരുടെ മുൻപിൽ ഒരു കെണിയിലകപ്പെട്ടതുപോലെയായി. അങ്ങനെ ഇവരെ കെണിയിൽപ്പെടുത്തി ഇവരുടെ മുൻപിൽ രാജസേവകന്മാരൊരു സാധ്യത വയ്ക്കുകയാണ്. നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ രാജാവ് പറയുന്നതനുസരിച്ച് നിങ്ങളുടെ മതവിശ്വാസത്തെ ഉപേക്ഷിക്കുക, നിങ്ങളുടെ ദൈവവിശ്വാസത്തെ തള്ളിപ്പറയുക, നിങ്ങളുടെ മതാചാര അനുഷ്ഠാനങ്ങളെ ഉപേക്ഷിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ലഭിക്കും. ഇത്തരത്തിൽ ഈ ശത്രുക്കൾ ഇവരെ ഉപരോധിച്ച് ഇവരുടെ മേൽ അക്രമം അഴിച്ച് വിടാനായി തിരഞ്ഞെടുക്കപ്പെട്ട ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് ഒരു സാബത്ത് ദിവസമായിരുന്നു. നമുക്കറിയാം, യഹൂദരെ സംബന്ധിച്ചിടത്തോളം വളരെ നിശ്ചിതമായ നിയതമായ സാബത്ത് നിയമങ്ങൾ ഉള്ള ജനതയാണ്. സാബത്ത് ദിവസം
ഒരു പ്രവൃത്തിയും ഒരു ജോലിയും അവർ ചെയ്യുകയില്ല, അനുഷ്ഠിക്കുകയില്ല, അതിനുള്ള അനുവാദമില്ല. അങ്ങനെ സാബത്ത് ദിവസം ഇവർ സ്വയം പ്രതിരോധിക്കാൻ പോലും തയ്യാറാവുകയില്ല. അങ്ങനെ സാബത്തിൻ്റെ കൽപ്പനകളെ നിരസിക്കില്ല എന്ന ഉറപ്പോടുകൂടിയാണ് രാജകിങ്കരന്മാർ ഇവരെ ഇപ്പോൾ ആക്രമിക്കാൻ സന്നദ്ധരായിരിക്കുന്നത്. പക്ഷേ ജനം പറഞ്ഞു, ഞങ്ങൾ രാജാവിൻ്റെ നിയമങ്ങൾക്ക് വിധേയരാവുകയില്ല, ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ തള്ളിപ്പറയുകയില്ല. എന്തിനധികം സാബത്ത് ദിനത്തിൽ അവരെ വേട്ടയാടിയ രാജകിങ്കരന്മാർക്കെതിരെ അവർ ഒരു ചെറുവിരൽ ഉയർത്തുക പോലും ചെയ്യാതെ, സ്വയം പ്രതിരോധിക്കാൻ പോലും ശ്രമിക്കാതെ അവർ വിശ്വാസത്തിന് വേണ്ടി മരണമടഞ്ഞു. ഇത് ഒരു വലിയ ദുരന്തമായി. സാബത്ത് ലംഘിക്കുന്നതിനേക്കാൾ മരണം തിരഞ്ഞെടുത്ത ഈ യഹൂദരുടെ അതീവ ഭക്തിയാണ് ഈ വചനഭാവം വ്യക്തമാക്കുന്നത്. നിയമത്തോട് ഏറ്റവും പ്രതിബദ്ധരായവരാണ് ഇപ്പോൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്, നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സ്വയം പ്രതിരോധിക്കാൻ, ആത്മരക്ഷയ്ക്ക് വേണ്ടി പോലും അവർ സാബത്ത് ലംഘനം നടത്തിയില്ല. യഹൂദ പാരമ്പര്യത്തിലെ മതപരമായ കൂട്ടരക്തസാക്ഷിത്വത്തിൻ്റെ വിവരണങ്ങളിൽ ഒന്നാണ് ഇത്. തങ്ങളുടെ മതതത്വങ്ങൾ ലംഘിക്കുന്നതിനേക്കാൾ മരിക്കാൻ ആ സമൂഹം തീരുമാനമെടുക്കുന്നു. ഇത് പിന്നീടും ധാർമ്മികമായ മറ്റൊരു ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട്. സാബത്തിൽ സ്വയം പ്രതിരോധിക്കുന്നത് സാബത്തിൻ്റെ ലംഘനമാകുമോ ഇല്ലയോ എന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഏതായാലും സാബത്ത് ദിനത്തിലെ യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് തുടർന്ന് വരുന്ന വചനഭാഗങ്ങളിൽ നമുക്കൊന്ന് വായിക്കാം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 39 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങൾ. ഇതറിഞ്ഞ് മത്താത്തിയാസും സ്നേഹിതരും അവരെ ഓർത്ത് തീവ്രമായി വിലപിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമ്മുടെ സഹോദരരെ അനുകരിച്ച് ജീവനും പ്രമാണങ്ങൾക്കും വേണ്ടി നമ്മളും വിജാതീയർക്കെതിരെ യുദ്ധം ചെയ്യാതിരുന്നാൽ അവർ വേഗം നമ്മെ ഭൂമുഖത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യും. അന്ന് അവർ ഇങ്ങനെ തീരുമാനിച്ചു, സാബത്ത് ദിവസം നമ്മെ ആക്രമിക്കാൻ വരുന്നവരോട് നാം യുദ്ധം ചെയ്യണം. നമ്മുടെ സഹോദരർ ഒളിസങ്കേതങ്ങളിൽ മരിച്ചു വീണതുപോലെ നമുക്കും സംഭവിക്കാൻ ഇടയാകരുത്. ഇസ്രായേലിലെ ധീരയോദ്ധാക്കളായ ഹസിദേയരുടെ ഒരു സമൂഹം അവരോട് ചേർന്നു. നിയമത്തിനു വേണ്ടി സ്വമനസ്സാ തങ്ങളെ തന്നെ സമർപ്പിച്ചവരായിരുന്നു അവർ. ക്ലേശങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പലായനം ചെയ്തവരും അവരോട് ചേർന്ന് അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു. അവർ ഒരു സൈന്യം സംഘടിപ്പിച്ച് പാപികളെയും നിയമനിഷേധകരെയും ഉഗ്രകോപത്തോടെ അരിഞ്ഞു വീഴ്ത്തി. രക്ഷപ്പെട്ടവർ വിജാതീയരുടെ അടുക്കൽ അഭയം തേടി. മത്താത്തിയാസും കൂട്ടരും ചുറ്റി നടന്ന് ബലിപീഠങ്ങൾ തകർത്തു. ഇസ്രായേലിൻ്റെ അതിർത്തികൾക്കുള്ളിൽ അപരിച്ഛേദിതരായി കണ്ട ബാലന്മാരെ അവർ ബലമായി പരിച്ഛേദനം ചെയ്തു. ധിക്കാരികളെ അവർ വേട്ടയാടി. അവരുടെ ഉദ്യമം ഫലമണിഞ്ഞു. വിജാതീയരുടെയും രാജാക്കന്മാരുടെയും കൈകളിൽ നിന്ന് നിയമത്തെ അവർ പരിരക്ഷിച്ചു. പാപിയുടെ കരം പ്രബലമാകാൻ അവർ അനുവദിച്ചില്ല. സാബത്ത് ദിനത്തിൽ നടന്ന ഒരു വലിയ കൂട്ടക്കൊല, ആ കൂട്ടക്കൊലയുടെ അനന്തരഫലങ്ങൾ എന്തായിരുന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. കാരണം ആ കൂട്ടക്കൊല ചരിത്രപരമായി ഒരു വലിയ വഴിത്തിരിവ് ആയി മാറുകയാണ്.
ഈ സംഭവത്തിന് ശേഷം സാബത്ത് ദിവസം സ്വയം പ്രതിരോധിക്കുന്നത് അനുവദനീയമാണ്. ആത്മരക്ഷയ്ക്ക് വേണ്ടി സാബത്ത് ദിവസമാണെങ്കിലും പൊരുതുന്നത് അനുവദനീയമാണ് എന്ന് മത്താത്യാസും അദ്ദേഹത്തിൻ്റെ അനുയായികളും തീരുമാനിക്കുകയാണ്. മത്താത്യാസും സഹചാരികളും യഹൂദരുടെ കൂട്ടക്കൊലയെക്കുറിച്ച് അറിയുകയും ആഴത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്നു. തങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ സാബത്ത് ദിവസമാണെങ്കിലും പോരാടാനുള്ള നിർണായകമായ തീരുമാനം അന്ന് അവർ എടുക്കുകയാണ്. അന്ന് അവർ ഇങ്ങനെ തീരുമാനിച്ചു: സാബത്ത് ദിവസം നമ്മെ ആക്രമിക്കാൻ വരുന്നവരോട് നാം യുദ്ധം ചെയ്യണം. നമ്മുടെ സഹോദരർ ഒളിസങ്കേതങ്ങളിൽ മരിച്ചു വീണതുപോലെ നമുക്കും സംഭവിക്കാൻ ഇടയാകരുത്. നിഷ്ക്രിയമായി മരണം സ്വീകരിക്കുന്നതിന് പകരം അവർ ഒരു യുദ്ധസേനയെ രൂപീകരിക്കുന്നു. അങ്ങനെ അവർ സാബത്ത് ദിനത്തിൽ ആത്മരക്ഷാർത്ഥം സ്വയം പ്രതിരോധിക്കുന്നതിന് സാബത്ത് ലംഘനം നടത്തുന്നത് തെറ്റില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. സാബത്ത് ദിവസം പോരാടാനുള്ള ഇവരുടെ ഈ തീരുമാനം സത്യത്തിൽ പ്രായോഗികമായി മതപരമായ നവീകരണം നടത്താനുള്ള ഒന്നാണ്. ഇതുവഴി പ്രായോഗികമായ ചില കാര്യങ്ങൾക്കായി മതനിയമങ്ങളിൽ മാറ്റം വരുത്താനുള്ള തീരുമാനമാണ് സത്യത്തിൽ ഈ പുരോഹിത സമൂഹം എടുക്കുന്നത്. നിലനിൽപ്പിനെ ഭീഷണിപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങളിൽ അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മതനിയമങ്ങൾക്ക് എങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയുമെന്ന് ഇവരുടെ ഈ തീരുമാനം കാണിക്കുന്നു. ഇത് യഹൂദ മതചിന്തയിലെ ഒരു പ്രധാന വികാസം സൂചിപ്പിക്കുകയാണ്. ജീവൻ രക്ഷിക്കാൻ ചില സാബത്ത് നിയന്ത്രണങ്ങളെ മറികടക്കാം എന്ന തത്വം ഈ ഭാഗം സാക്ഷ്യപ്പെടുത്തുന്നു. രൂപീകരിക്കപ്പെട്ട യുദ്ധസേന, ഒരു യുദ്ധസേന രൂപീകരിക്കപ്പെട്ടു. ഇത്തരത്തിൽ രൂപീകരിക്കപ്പെട്ട യുദ്ധസേന നിയമലംഘകരായ ദൈവനിഷേധികളായ ആളുകളെ ആക്രമിച്ച് യഹൂദ നിയമം നിർബന്ധിതമായി നടപ്പിലാക്കുകയാണ്. കാരണം യഹൂദരിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ ഇതിനകം വിജാതീയരുടെ മാർഗങ്ങളിലേക്ക് മാറിപ്പോയി കഴിഞ്ഞിരുന്നു, രാജാവിനെ പ്രീതിപ്പെടുത്താൻ, സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ ഈ യുദ്ധസേനയിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാക്കിയ വിജാതീയ വിഗ്രഹ ബലിപീഠങ്ങളൊക്കെ തകർത്തു. പരിച്ഛേദനം ചെയ്യാത്ത ആൺകുട്ടികളെ നിർബന്ധിതമായി പരിച്ഛേദനം ചെയ്തു. അവർ അഹങ്കാരികളായ സെലൂക്യ സാമ്രാജ്യത്തിലെ ഉദ്യോഗസ്ഥരെയും വിശ്വാസം തൃണവൽഗണിച്ച് ഹെലനിസം സ്വീകരിച്ച യഹൂദരെയും പിന്തുടർന്ന് പരാജയപ്പെടുത്തുന്നു. അതിനെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്: അവരുടെ ഉദ്യമം ഫലമണിഞ്ഞു. വിജാതീയരുടെയും രാജാക്കന്മാരുടെയും കൈകളിൽ നിന്ന് നിയമത്തെ അവർ പരിരക്ഷിച്ചു. പാപിയുടെ കരം പ്രബലമാകാൻ അവർ അനുവദിച്ചില്ല എന്നാണ് പറയുന്നത്. അതായത് അതിശക്തമായ രീതിയിൽ ഒരു വിപ്ലവം, ഒരു ചെറുത്തുനിൽപ്പ് ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ചെറുത്തുനിൽപ്പിൻ്റെ, ഈ വിപ്ലവത്തിൻ്റെ പേരാണ് മക്കബായ വിപ്ലവം. മക്കബായ വിപ്ലവം അതിൻ്റെ പൂർണ്ണ രീതിയിൽ ഇതാ ആരംഭിക്കുകയാണ്. ഇനി മക്കബായ വിപ്ലവത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ കഥകളിലൂടെയാണ് ഈ ചരിത്രം മുൻപോട്ട് പോകുന്നത്. അതിനു മുൻപ് ഈ മക്കബായ വിപ്ലവത്തിൻ്റെ നാന്ദിയായി മാറിയ മത്താത്യാസ് എന്ന പുരോഹിത പ്രമുഖൻ, അദ്ദേഹത്തിൻ്റെ അന്ത്യവചസ്സുകളും മരണവുമാണ് നമ്മളിനി വായിച്ച് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 49 മുതൽ 68 വരെയുള്ള ദീർഘമായ ഒരു വചനഭാഗത്തിൽ മത്താത്യാസിൻ്റെ അന്ത്യവചസ്സുകൾ നമ്മൾ കാണുന്നു. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം.
മത്താത്യാസിൻ്റെ മരണം അടുത്തു. അവൻ പുത്രന്മാരെ വിളിച്ചു പറഞ്ഞു, അഹങ്കാരവും നിന്ദയും ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഉഗ്രകോപത്തിൻ്റെയും നാശത്തിൻ്റെയും നാളുകളാണിത്. അതിനാൽ എൻ്റെ മക്കളെ, നിയമത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിക്കായി ജീവൻ തന്നെ അർപ്പിക്കുവിൻ. തലമുറകളായി പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തികൾ ഓർക്കുവിൻ. ഉന്നത മഹത്വവും അനശ്വര കീർത്തിയും ആർജിക്കുവിൻ. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹാം വിശ്വസ്തനായി കാണപ്പെട്ടില്ലേ? അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടുവല്ലോ. കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിൻ്റെ അധികാരിയായി ഉയരുകയും ചെയ്തു. നമ്മുടെ പിതാവ് ഫിനെഹാസ് തീക്ഷ്ണത നിറഞ്ഞവനാകയാൽ ശാശ്വതമായ പൗരോഹിത്യത്തിൻ്റെ ഉടമ്പടിക്ക് അർഹനായി. കൽപ്പന നിറവേറ്റിയതിനാൽ ജോഷുവ ഇസ്രായേലിലെ ന്യായാധിപനായി. സഭയിൽ സാക്ഷ്യം നൽകിയ കാലബിന് ദേശത്ത് അവകാശം ലഭിച്ചു. ദയാലുവായ ദാവീദ് സിംഹാസനത്തിന് ശാശ്വത അവകാശിയായി. നിയമത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ച ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഹനനിയായും അസാരിയായും മിഷായേലും വിശ്വാസം നിമിത്തം അഗ്നിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ദാനിയേൽ തൻ്റെ നിഷ്കളങ്കതയാൽ സിംഹവക്ത്രത്തിൽ നിന്ന് രക്ഷ നേടി. തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. പാപിയുടെ വാക്കുകളെ ഭയപ്പെടേണ്ട. അവൻ്റെ പ്രതാപം ചാണകവും പുഴുക്കളുമായി മാറും. ഇന്നവൻ പ്രകീർത്തിക്കപ്പെടുന്നു, നാളെ അവനെ കാണുകയില്ല. അവൻ പൊടിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു, അവൻ്റെ പദ്ധതികൾ തകർന്നടിഞ്ഞു. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ. അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. നിങ്ങളുടെ സഹോദരനായ ശിമയോൻ ഉപദേശം നൽകുന്നതിൽ വിജ്ഞനാണ്. അവനെ സദാ അനുസരിക്കുവിൻ, അവൻ നിങ്ങൾക്ക് പിതാവായിരിക്കും. യൂദാസ് മക്കബേയൂസ് യൗവനം മുതലേ ശക്തനായ യോദ്ധാവാണ്. അവൻ നിങ്ങളുടെ സൈന്യത്തെ നയിച്ച് ജനതകൾക്കെതിരെ യുദ്ധം ചെയ്യും. നിയമം അനുഷ്ഠിക്കുന്നവരായി നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരെയും കൂട്ടി നിങ്ങളുടെ ജനത്തോട് ചെയ്യപ്പെട്ട ദ്രോഹത്തിന് പ്രതികാരം ചെയ്യണം. വിജാതിയർക്ക് തക്ക തിരിച്ചടി നൽകുവിൻ, നിയമം പാലിക്കുകയും ചെയ്യുവിൻ. മത്താത്യാസ് എന്ന പുരോഹിതൻ്റെ അന്ത്യവചസ്സുകളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. സെലൂസിഡ് അടിച്ചമർത്തലിനെതിരായ മക്കബായ വിപ്ലവം ആരംഭിച്ച പുരോഹിതൻ. മത്താത്യാസിൻ്റെ മരണക്കിടക്കയിലെ പ്രസംഗം ഏകദേശം BC 166 ഈ വിടവാങ്ങൽ പ്രസംഗം നടക്കുന്നത്. ഈ വചനഭാഗത്തിൻ്റെ ഉള്ളടക്കത്തിൽ പ്രധാനമായും നമ്മൾ കാണുന്നത് മത്താത്യാസൻ്റെ മക്കളോടും അനുചരന്മാരോടും പറയുകയാണ്, ഈ പ്രതിസന്ധിയുടെ കാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകണം. തോറ അഥവാ വിശുദ്ധ ഗ്രന്ഥം, ദൈവദത്തമായ ഉടമ്പടി എന്നിവയ്ക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം. അതിനായി വിശ്വസ്തരായ പൂർവികരുടെ മാതൃകകൾ നിങ്ങൾക്ക് പ്രചോദനമാകണം. ഇത്തരത്തിൽ നിങ്ങൾ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നാൽ, ഉടമ്പടിയിൽ അടിയുറച്ചു നിന്നാൽ നീതിമാന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം തൻ്റെ പുത്രന്മാർക്കുള്ള പ്രത്യേക നിയോഗങ്ങൾ കൂടി പറഞ്ഞാണ് മത്താത്യാസ് തൻ്റെ അന്ത്യവചസ്സുകൾ അവസാനിപ്പിക്കുന്നത്. മത്താത്യാസിൻ്റെ മരണമടുത്തു. അവൻ പുത്രന്മാരെ വിളിച്ചു പറഞ്ഞു. ഈ വാക്കുകൾ വായിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ നിരവധിയായ വിടവാങ്ങൽ പ്രസംഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. മരണക്കിടക്കയിൽ വെച്ച്
തദൃശമായ മറ്റ് പ്രസംഗങ്ങൾ നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 49-ാം അധ്യായത്തിൽ യാക്കോബിൻ്റെ വിടവാങ്ങൽ പ്രസംഗവും അനുഗ്രഹവും ഇതുപോലെ തന്നെയായിരുന്നു. നിയമാവർത്തനം 33-ൽ മോശയുടെ വിടവാങ്ങൽ പ്രസംഗത്തിലും അനുഗ്രഹത്തിലും ഏതാണ്ട് ഇതേ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ജോഷുവയുടെ 23-24 പ്രസംഗത്തിൽ വിടവാങ്ങലും ഏതാണ്ട് ഇതേ കാറ്റഗറിയിൽപ്പെടുന്ന, ഇതേ രീതിയിൽപ്പെടുന്ന ഒന്നാണ്. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിലെ മറ്റ് വിടവാങ്ങൽ പ്രസംഗങ്ങളുടെ അതേ രീതിയിലാണ് മത്താത്തിയാസ് എന്ന പുരോഹിതൻ്റെ വിടവാങ്ങൽ പ്രസംഗവും വിരചിതമായിരിക്കുന്നത്. ഈ പ്രസംഗത്തിൽ വ്യക്തമായി അദ്ദേഹം പറയുകയാണ്, ഈ സന്ദേശത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ മാതൃകകളാക്കാവുന്ന ചില നായകന്മാരുടെ കഥകൾ ഓർത്തെടുക്കുന്നു. അബ്രാഹം, ജോസഫ്, ഫിനെഹാസ്, ജോഷുവ, കാലെബ്, ദാവീദ്, ഏലിയ, ദാനിയേലിൻ്റെ സുഹൃത്തുക്കൾ തുടങ്ങിയ ആളുകളുടെ മുഴുവൻ വിശ്വാസത്തിൻ്റെ കഥകളെ ഓർത്തെടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഇവരെല്ലാവരും പരീക്ഷണങ്ങളിൽ വിശ്വസ്തരായി നിലനിന്നവരാണ്. ഇത് മതമർദ്ദനത്തിലൂടെ കടന്നു പോകുന്ന ജനത്തിനൊരു നിദർശനമാണ്. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹാം വിശ്വസ്തനായി കാണപ്പെട്ടില്ലേ? അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടുവല്ലോ. കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിൻ്റെ അധികാരിയായി ഉയരുകയും ചെയ്തു. അങ്ങനെ അബ്രാഹത്തിൻ്റെ കഥ പറഞ്ഞ്, ജോസഫിൻ്റെ കഥ പറഞ്ഞ്, പുരോഹിതനായിരുന്ന ഫിനെഹാസിൻ്റെ കഥ പറഞ്ഞ്, ജോഷുവയുടെയും കാലെബിൻ്റെയും ദാവീദിൻ്റെയും ഏലിയായുടെയും ദാനിയേൽ പ്രവാചകൻ്റെ സുഹൃത്തുക്കളുടെയും ഒക്കെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ കഥകൾ പറഞ്ഞ് പുത്രന്മാരെ പ്രചോദിപ്പിക്കുകയാണ്. അവസാനമായി ശിമയോൻ എന്ന തൻ്റെ പുത്രനെ ജ്ഞാനമുള്ള ഉപദേശകനായും യൂദാ മക്കബേയൂസ് എന്ന തൻ്റെ പുത്രനെ സൈനിക കമാൻഡറായും നിയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ അന്ത്യവചസ്സുകൾ പൂർത്തിയാകുന്നത്. തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ മരണവും മറ്റ് കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം.